വന്ന് പ്രിയങ്ങളെ ഇന്നലെ പറഞ്ഞത് തലയ്ക്കകത്തെ തലവേദനയാണ്. തല അനക്കാൻ വയ്യാത്ത തലവേദനയാണ്. രാവിലെ തൊട്ട് ഗുളികകൾ കഴിക്കുന്നുണ്ട്. സ്ഥിരം കഴിക്കേണ്ട ഗുളികയാണിത്. ഇത് ഞാൻ ഇടയ്ക്ക് നിർത്തിയായിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും അല്ല, എനിക്ക് തലവേദന എപ്പോഴും ഈ പനിയൊക്കെ വരുമ്പോൾ ഉള്ള തലവേദന ഇത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇനി അത് കുറേ ദിവസം കഴിക്കാൻ ഓർത്തിട്ട് മേടിച്ചോണ്ട് വന്നതാണ്. ഞാൻ ഇന്ന് നമ്മുടെ പള്ളിയിലെ കരോള് വരുവേ. അവിടെ എല്ലാം മുഴുവനും റബ്ബർ നിൽക്കുന്നത് കൊണ്ട് കരിയില വീണ് നാശക്കൊടാലിയായി കിടക്കുക. എന്നാൽ വൈകിട്ട് വന്നിട്ട് ഒന്ന് തൂക്കണമെന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇന്ന് തൂക്കാൻ ഇറങ്ങി. ഞാൻ ചത്തു പോകുമ്പോൾ ഞങ്ങൾ അതുപോലെ എൻ്റെ തലയ്ക്കകത്തെ വേദന. എന്തായാലും കൂക്കു വന്നോടെല്ലാം തൂത്ത് ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല. അവളും കുഞ്ഞോനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാം മുറ്റമെല്ലാം തൂത്തിട്ടേക്കുന്നു. ഞാൻ പറഞ്ഞതല്ല കേട്ടോ. അപ്പം ആ ജോലിയില്ല. പിന്നെ ഇന്ന് അത്താഴത്തിന് ചോറും കറികളും ഒന്നും ഇരിപ്പില്ല. ഓട്സ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാനൊന്ന് വെള്ളം ചൂടാക്കി ഒന്ന് കുളിക്കട്ടെ. 10:30-11 മണി ആകുമെന്നാണ് പറഞ്ഞ കരോള് വരാൻ. അപ്പോൾ മോനുകുട്ടൻ ട്യൂഷന് പോയിട്ട് വന്നില്ല. ഇപ്പോൾ ഇത് ഒരു ആൻറ്റിബയോട്ടിക് ഒരു കോഴ്സ് ഇന്ന് കംപ്ലീറ്റ് ആയി. കുറയുന്നില്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് ഡോക്ടറെ കണ്ട് ഇനി എന്താ അടുത്ത പരിപാടി നോക്കാം. അതുപോലെ എനിക്ക് വല്ലാത്ത ഇൻഫെക്ഷൻ ആയിപ്പോയി കേട്ടോ. അപ്പോൾ വീഡിയോക്കകത്തൊക്കെ എൻ്റെ സൗണ്ട് അതാണ് ഇത്രയും ഭയങ്കര വ്യത്യാസം. പിന്നെ ജാനിക്കുട്ടിയും മാമിമാമനും ശബരിമലയ്ക്ക് പോയി. രാവിലെ വെളുപ്പിന് 5:30 ആയപ്പോഴത്തേക്ക് തിരിച്ചെത്തി. നല്ല തിരക്കും ബഹളവും ആയിരുന്നു. പക്ഷേ അവർക്ക് ഹരിവരാസനം കണ്ട് തൊഴുതിറങ്ങാൻ പറ്റി. ഒരുപാട് ദിവസത്തെ നീണ്ട വ്രതം എടുക്കാതെ പോകുന്നത് കൊണ്ടൊരു വിഷമം ഉണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന്. അപ്പം നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ളത് അയ്യപ്പൻ അറിയാതിരിക്കത്തില്ല. അതുകൊണ്ട് അയ്യപ്പൻ കരിഞ്ഞ് അനുഗ്രഹിച്ച് അവരെന്തായാലും വെളുപ്പിനെ തിരിച്ചെത്തി കേട്ടോ. അപ്പോൾ ഒരു തൂത്ത് വാരിയാൽ ഒരു 3 കത്തിക്കാൻ കാണും. അതുപോലെ കൂന കൂട്ടി കരിയില കണ്ടേനും കേട്ടോ. എല്ലാം അവർ തൂത്ത് വാരി കത്തിച്ചിട്ടിട്ടാ പോയേക്കുന്നത്. കാണിക്കാം. മുറ്റമെല്ലാം ക്ലീൻ ആൻഡ് ക്ലിയർ ആയി. കണ്ടു ഇവിടെ എന്തോ കരിയിലായിരുന്നറിയോ. ഇവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കി ഞാൻ കത്തിച്ച് കരിയില ഒന്ന് തെളിഞ്ഞതുകൊണ്ട്. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനെ വെള്ളം ഇറക്കിയാൽ ഇച്ചിരി വെള്ളം ചെടികൾക്ക് ഒഴിക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. അവർ ദാഹിച്ച് വലഞ്ഞ് നിൽക്കുകയല്ലേ. ചുരിദാറിൻ്റെ കാര്യം പറയാൻ മറന്നു. എങ്ങനെയുണ്ട്, ചേരുന്നുണ്ടോ എന്ന് പറയണം കേട്ടോ. ഞാനിതിൻ്റെ ഫ്രില്ലൊക്കെ അഴിച്ച് കളഞ്ഞിട്ട് ഫ്രില്ലില്ലാതെ തയ്ച്ച് വെച്ചിരിക്കുകയാണ്. എങ്ങനെയുണ്ടെന്ന് പറയണേ. എന്തുവാ ആരുണ്ടായിരുന്നു?
ഇറങ്ങി വരണം കേട്ടോ. വിളിച്ചോണ്ടിരിക്കാൻ വയ്യ. അമ്മ കുളിക്കുള്ളൂ. നല്ല മൂടായിരിക്കും അവരൊക്കെ വരുന്നേ. വരുമെന്ന് പറഞ്ഞല്ലോ. ഇന്നത്തെ പരീക്ഷ എങ്ങനെയുണ്ട്? മാത്രം മനസ്സിലായില്ല. ബാക്കിയെല്ലാം എഴുതിയ കുളിയും ജപമൊക്കെ കഴിഞ്ഞ് കേട്ടോ. എനിക്കൊരു കാപ്പി കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട് പ്രിയങ്ങളെ. ഒരു ബ്രൂ കാപ്പി, പാലൊഴിക്കാത്ത ബ്രൂ കാപ്പി കേട്ടോ. മോനിക്കുട്ടനും കുടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഓട്സ് കഞ്ഞി വയ്ക്കാൻ വേണ്ടി മോനിക്കുട്ടൻ ക്യാരറ്റൊക്കെ അരിഞ്ഞ് തന്നിട്ട് ഏതാണ്ട് അവിടെ പരിപാടിയാണ്. ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതും ഓട്സും കൂടെ നമുക്ക് കഞ്ഞി വെക്കാം. ജാനിക്കുട്ടിയും കുഞ്ഞുവിനൊക്കെ വരും. കരോട് 10-11 മണിയാവും നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവർ ശബരിമലയ്ക്ക് പോയതിൻ്റെയൊക്കെ പണികളൊക്കെ തീരുന്നതേ ഉള്ളൂ. എല്ലാവരും വന്നു കിടന്ന് ഉറക്കമൊക്കെ ആയിരുന്നു. അപ്പോൾ കുക്കു അതിൻ്റെ ജോലിയൊക്കെ കഴിച്ചതേ ഉള്ളൂ. കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ കഴിച്ചിട്ടൊക്കെ വരത്തുള്ളൂ. വീഡിയോ എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ ലാസ്റ്റ് കരോള് കാണിക്കാം. ഞങ്ങളുടെ സ്വന്തം പള്ളിയിൽ, ഞങ്ങൾ കൂടി നടക്കുന്ന പള്ളിയിലെ കരോള്. അവരിവിടെ കാണുമെന്നോർത്ത് ഞാൻ 2-3 ഉള്ളിവടൊക്കെ മേടിച്ചിട്ടുണ്ടാവും വന്നത്. ഞാൻ അമ്മയ്ക്ക് കൊടുത്തു. ബാക്കി ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. മോനിക്കുട്ടൻ എന്നെ തുഴുന്നോടെ ഉള്ളതൊക്കെ മോനിക്കുട്ടൻ കഴിച്ചു. ഉള്ളിവട ഇരിപ്പുണ്ട്. എനിക്ക് വേണ്ടായിരുന്നു, പക്ഷെ കാപ്പി ഇട്ട സ്ഥിതിക്ക് ഒരെണ്ണം കഴിക്കാം. കാപ്പി ഇട്ട് വെച്ചേക്കുന്ന ചൂടാ, കുടിച്ചില്ല. ഓട്സും ഒരു 3-4 വെളുത്തുള്ളി അരിഞ്ഞതും ക്യാരറ്റും കൂടെ ഉപ്പ് ചേർത്ത് അങ്ങോട്ട് വേവിക്കും എന്നുണ്ടെങ്കിൽ നല്ലതല്ലേ അല്ലേ? ഉപ്പൂടെ ചേർത്തിട്ടാണ് വേവിക്കാൻ വെക്കുന്നത്. ഞാൻ ആ കുഞ്ഞ് സോസ്പാനകത്ത് വെച്ചപ്പോഴേ എനിക്കിങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കാൻ ഇച്ചിരി പ്രയാസം കേട്ടോ. കുഞ്ഞോ വരുവാണെങ്കിൽ കുഞ്ഞോയ്ക്ക് ചിലപ്പം വേണമെങ്കിലോ എന്നോർത്തിട്ട് ഞാനൊരു ലേശം ഓട്സ് കൂടുതലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ തിളച്ച് വെന്ത് വരുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി എടുക്കട്ടെ, ലേശം. എരിയൊന്നും അധികം വേണ്ട. ഇനി ഇതൊരു 5 മിനിറ്റ് കൂടെ ഇങ്ങനെ ഇരുന്ന് തിളച്ച് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ തേങ്ങാപ്പീര ചേർക്കും കേട്ടോ. തേങ്ങ തിരുമാനുണ്ട്. ഒരാൾ തേങ്ങ തിരുമ്മി തരാമെന്ന് പറഞ്ഞു. പക്ഷേ മോനിക്കുട്ടന് കഞ്ഞിക്കകത്ത് തേങ്ങ ഇടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മാത്രം മതി, കുറച്ച് മതി, ഒരു പിടി മതി. വെന്തു. ഒരാൾ കഞ്ഞി കുടിക്കാൻ പോവാണ് കേട്ടോ. പപ്പടം വേണം. മഞ്ഞ ഉടുപ്പും മഞ്ഞ കഞ്ഞി. കഞ്ഞിയുടെ കളറും മഞ്ഞ, ഉടുപ്പിന്റെ കളറും മഞ്ഞ. ഞാൻ ഇപ്പൊ കഴിക്കുന്നില്ല, എനിക്ക് വിശപ്പായില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. മോനുകുട്ടൻ വിശപ്പെന്ന് പറഞ്ഞിട്ട് കൊടുത്തതാണ്. മോനുകുട്ടൻ കഞ്ഞിയൊക്കെ കുടിച്ച് ഞാനവിടെ കിടക്കുമായിരുന്നു. ഇനിയിപ്പോൾ 8 മണിയൊക്കെ കഴിഞ്ഞ് അവര് വന്നില്ല. അവരെ വിളിക്കുമ്പോൾ എന്നോട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. എന്നും കഴിക്കുന്നതിനേക്കാളും എണ്ണം കൂടുതലുണ്ട് ഇന്നും ഗുളിക കഴിക്കാൻ. അതുകൊണ്ട്
കുറേ വെള്ളം അകത്താക്കി കുറച്ചുകൂടെ കഴിഞ്ഞിട്ടൊക്കെ കിടക്കാൻ പറ്റും. മോനുകുട്ടന് തേങ്ങ വേണ്ടായിരുന്നു കേട്ടോ. ഞാൻ തരിച്ചിരി തേങ്ങാപ്പീര ഇടുന്നുണ്ട്. എനിക്കതൊരു ഭയങ്കര രസമാണ്. നാരങ്ങായും ഈന്തപ്പഴവും കൂടെ ഉള്ള അച്ചാറും പിന്നെന്തേ ഒരു പപ്പടും. ഇതാണ് നമ്മുടെ ഇന്നത്തെ അത്താഴം കേട്ടോ. കഴിക്കട്ടെ പ്രിയങ്ങളെ. എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം നിറയെ സ്നേഹം. എല്ലാവരുടെയും കമൻറ്റുകളൊക്കെ വായിക്കാനായിട്ടൊരു വീഡിയോ ഞാൻ എടുക്കാം, എൻ്റെ പനി മാറിയിട്ട്. എന്നിട്ട് ഞാനൊരു ലൈവ് വരണമെന്ന് ഉദ്ദേശിക്കുന്നു. നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരോടൊപ്പം സന്തോഷത്തോടെ ഇരിക്കാനാണ് എനിക്ക് ആഗ്രഹം. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന എന്നും ഉണ്ടാവണം. നമുക്കിനി നാളെ കാണാം കേട്ടോ. ടാറ്റ, ഓക്കെ, ബൈ ബൈ, സി യു. ശബരിമലയ്ക്ക് ഞാനിക്കുട്ടി ശബരിമലയിൽ പോയിട്ട് വന്നതിന്റെ വിശേഷങ്ങൾ പറയാം കേട്ടോ. ഇതേണ്ട നമ്മുടെ അരവണ പായസം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അരവണേക്കാളും ഇതാണ് കഴിക്കാൻ ഇഷ്ടം കേട്ടോ. കഴിക്കാൻ പോവാ. ഒരു വീഡിയോയും കൂടെ എടുപ്പിക്കണം. ഡാൻസിന് വിടാൻ മേടിച്ചോ? ഡാൻസ് ഉണ്ട് വേണ്ട, സ്കൂളിലും വേണ്ട, പള്ളിയിലും. മീശയും കൂടെ കൊള്ളുന്നേ. ഇരുട്ടത്ത് കാണാൻ താടി വിഴുകാറില്ല. രണ്ടാം ക്ലാസ് ആവശ്യമില്ല. ഇവിടെ ആളുണ്ട്, ക്രിസ്മസ് മാത്രമുണ്ട്. മന്നിടത്തിൽ വന്നാണ് ഞാൻ രാജൻ കൊല്ലത്തിൽ ഓരോ താരം വിളക്കെടുത്തോ താരങ്ങളെല്ലാം
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങളുടെ പാവങ്ങളോട് ക്ഷമിക്കണമേ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.